Hi friends, welcome to another episode of Shrudi's Learning Square. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം SCERTയുടെ മോക്കപ്പ് ടെസ്റ്റുകൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 8, 9, 10 ക്ലാസ്സുകളിലത്തെ സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും മോക്കപ്പ് ടെസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 33 ഡേയ്സിൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു. അതിൽ നമ്മൾ ഓൾറെഡി 20 ഡേയ്സ് കൊണ്ട് 8ഉം 9ഉം ക്ലാസ്സുകളിലത്തെ മോക്കപ്പ് ടെസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 10th മോക്കപ്പ് ടെസ്റ്റാണ്, അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു 12 ദിവസം കൊണ്ട് നമ്മൾ 10th മോക്കപ്പ് ടെസ്റ്റുകൾ മുഴുവനും തീർക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ടോട്ടലി 33 ഡേയ്സ് കൊണ്ട് കേട്ടോ, ഇന്നലെ ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടോട്ടലി 33 ഡേയ്സ് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ 10th SCERT മോക്കപ്പ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം 10th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. 10th സ്റ്റാൻഡേർഡിൻ്റെ മോക്കപ്പ് ടെസ്റ്റിൻ്റെ ഒരു ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓരോ ദിവസവും നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഈ ടൈം ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഈ ടൈം ടേബിൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ SCERT മോക്കപ്പ് ടെസ്റ്റിൻ്റെ 10th സ്റ്റാൻഡേർഡിൻ്റെ ടൈം ടേബിൾ. 14th സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസംബർ 25 തീരും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസ് കഴിഞ്ഞിട്ട് വീണ്ടും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസ്, ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. എക്സാം അടുത്ത സ്ഥിതിക്ക് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നെഗറ്റീവ്സ് വരാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് റിവിഷൻ്റെ ഒരു കുറവ് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവിഷൻ ടെസ്റ്റിൻ്റെ ഒരു സീരീസും കൂടെ സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ റിവിഷൻ ടെസ്റ്റിൻ്റെ സീരീസിൽ നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് മോക്കപ്പ് ടെസ്റ്റ് പോലെയൊന്നും ആയിരിക്കില്ല. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും, അതിൻ്റെ ഒപ്പം തന്നെ ആൻസേഴ്സും വായിക്കും കേട്ടോ. ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, നേരിട്ട് ക്വസ്റ്റ്യനിലേക്കും ആൻസറിലേക്കായിരിക്കും. അതേപോലെ തന്നെ ഒരു മിനിമം സമയം കൊണ്ട് നമുക്കപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും സമയം ഭയങ്കര വാല്യുബിൾ ആണ്. അതുകൊണ്ട് തന്നെ വേഗം ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് നമുക്ക് പോവാം. വീഡിയോ കാണാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് ഈ റിവിഷൻ ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് കേട്ട് പോവാം. അപ്പം നമുക്കറിയാം ഈ വരാൻ പോകുന്ന പ്രിലിമിനറി എക്സാമിന് LDCക്കാരും LGSകാരും അതുപോലെ തന്നെ ഡിഗ്രിക്കാരും ഒക്കെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് ഈ വരാൻ പോകുന്ന പ്രിലിമിനറി എക്സാം. അതുകൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ ഒരു മാർക്കിലൊക്കെ ആയിരിക്കും നമുക്ക് നല്ല വേരിയേഷൻ വരാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സ് നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അപ്പോൾ നെഗറ്റീവ്സ് ഒഴിവാക്കാനുള്ള മെയിൻ കാര്യമാണ് നമ്മുടെ റിവിഷൻ. ഈ റിവിഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറേയൊക്കെ നമ്മുടെ നെഗറ്റീവ്സിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കുറേ ഫെമിലിയർ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സ്ട്രാ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള ഒരു 600 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരു 6 വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ 100 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പോർഷൻ തീർക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ റിവിഷൻ ടെസ്റ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനകത്തുനിന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അതനുസരിച്ച് എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.